ആദ്യം നമുക്ക് എങ്ങോട്ട് പോകണം? തിരുവനന്തപുരത്തേക്കാണ് സ്കാൻ പോകേണ്ടത്. മേഘന തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ നിന്നാണ് കനകക്കുന്നിലെ തിരുവനന്തപുരത്തെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ കാഴ്ചകളുമായി ചേരുന്നത്. മേഘന, തിരുവനന്തപുരത്ത് എന്താണ് ഇപ്പോൾ ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഒക്കെ തിരുവനന്തപുരത്തിന്റെ ഒരു പ്രത്യേകത അവിടെ നിറമാണ്, കളറാണ്. അപ്പോൾ ക്രിസ്മസ് ഈവിൽ എന്താണ് തിരുവനന്തപുരത്തെ കാഴ്ചകൾ? മേഘന. വിജയകുമാർ, ഹാഷ്മി, SKN തലസ്ഥാനത്തിന്റെ ക്രിസ്തുമസ് ആശംസകൾ കൈമാറുകയാണ്. ആദ്യം തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് കനകക്കുന്ന് കൊട്ടാരത്തിന് തൊട്ട് മുന്നിലാണ്. ഇത് ക്രിസ്തുമസ് ആണെങ്കിലും അല്ലെങ്കിൽ ഓണമായാലും വിഷു ആയാലും ഒക്കെ തലസ്ഥാനത്തുകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷ കേന്ദ്രം എന്ന് പറയുന്നത് ഈ കനകക്കുന്ന് കൊട്ടാരം തന്നെയാണ്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകൾ അത് ഈ ഒരു കൊട്ടാര വളപ്പിൽ കാണാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നിറയെ ആളുകളുണ്ട്. അത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഇവിടേക്ക് ആളുകൾ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. അത് ക്രിസ്തുമസ് രാത്രി ഇവർ ആഘോഷിക്കുന്നത് ഈ കനകക്കുന്നും പരിസര പ്രദേശങ്ങളിലുമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടൂറിസം വകുപ്പിന്റെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളും ഉള്ളിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി എത്തിയ ആളുകളുമുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒട്ടനവധി ആളുകൾ, ആരും ഈ വീട്ടിലിരുന്നുള്ള ഒരു ആഘോഷം, ക്രിസ്തുമസ് ആഘോഷം പൊതുവെ തലസ്ഥാനത്തില്ല. മറിച്ച് ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ നഗരം കാണാനും ഈ വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകൾ കാണാനും എത്തുന്നു എന്നുള്ളതാണ്. നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. എങ്ങനെയായി ക്രിസ്തുമസ് ആഘോഷമൊക്കെ എവിടെ? ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ ഞങ്ങളുടെ ആഘോഷങ്ങള്. കേക്കൊക്കെ മുറിച്ചോ? കേക്കൊക്കെ മുറിച്ചു. ഇപ്പൊ കുഞ്ഞ് അതിഥികളും ഉണ്ട് ഈ പ്രാവശ്യം. അതുകൊണ്ട് അവരുടെ കൂടെയാണ് ഈ പ്രാവശ്യം ക്രിസ്മസ്. ആഘോഷമൊക്കെ എവിടെ? ചെന്നൈ. എങ്ങനെ ആഘോഷം? എങ്ങനെ ആഘോഷം? വളരെ മനോഹരമായിട്ടുണ്ട്. ഇവിടെ ഫ്ലവർ ഷോ, വ്യത്യസ്തങ്ങളായിട്ടുള്ള വിവിധ തരത്തിലുള്ള പുഷ്പങ്ങൾ, അതുപോലെ ലൈറ്റുകൾ വിവിധ രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. ഇരിക്കാൻ പറ്റുന്നില്ല. ആക്ച്വലി എന്റെ സ്ഥലം കായംകുളമാണ്. എന്റെ സഹോദരിയുടെ വീട്ടിൽ വന്നേ ആദ്യമായിട്ടാണ് ഇങ്ങനെ തിരുവനന്തപുരത്ത് ഇത്തരത്തിലൊരു ക്രിസ്മസ് ആഘോഷമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് കാണാൻ സാധിച്ചു. വളരെ മനോഹരമാണ്. SKN അതുപോലെ തന്നെയാണ് എല്ലാവരും പറയുന്നത് പോലെ. മേഘന, ഞാനൊരു സംശയം ചോദിക്കട്ടെ. നമ്മുടെ മന്ത്രി ശിവൻകുട്ടിയുടെ അടുത്ത് പോയപ്പോൾ ഒരു പശുവിനെ കിട്ടിയില്ലായിരുന്നു, അതിന് എവിടെ കൊണ്ട് കെട്ടി? SKN പശുവിനെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് കളയരുത് കേട്ടോ. അദ്ദേഹം ഇനി 5 കൊല്ലം കഴിഞ്ഞാലും ചോദിക്കും, അന്ന് ഞാൻ പശുവിനെ തന്നല്ലോ എന്ന്. നമുക്കിനി രാവിലെ ലൈവ് ഇപ്പം നമ്മുടെ മേഘന ദീപാലങ്കാരം എന്ന് പറഞ്ഞു വന്നാ, പക്ഷെ നാക്കി കിട്ടിയില്ല. ദീപാലാലാല എന്ന് പറയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അത് പറഞ്ഞ് ശരിയാക്കിട്ട് പോയാന്ന് പറഞ്ഞ് ശരിയാക്കിച്ചിട്ടാ വിട്ടെ. ശരിയാക്കിച്ചല്ലേ? അതിന്റെ ഒരു ചമ്മലുണ്ട്. കുഴപ്പമില്ല മേഘന, ഈ ക്രിസ്മസ് രാത്രി അതിന്റെ ഒന്നും ആവശ്യമില്ല അല്ലേ? തിരുപ്പിറവിയുടെ സന്തോഷത്തിൽ നമ്മളതൊക്കെ മാറ്റും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.